നമ്മുടെ സുനിഷ ഒരു തിരുവനന്തപുരത്ത് ജഗതിയിലെ ഒരു വീട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുനിഷ, ചായയുടെയൊക്കെ എണ്ണ കുറയ്ക്കേണ്ടി വരും എന്നുള്ളതാണ്. പുറത്തൊക്കെ ചായയും കടിയും കഴിക്കാൻ പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ സുഹൃത്തുക്കളൊക്കെ ഒഴിവാക്കി ഒറ്റയ്ക്ക് പോയി തുടങ്ങി. പക്ഷെ വീട്ടിൽ അത് പറ്റൂലല്ലോ, എല്ലാവർക്കുമായിട്ട് ഭക്ഷണം പാചകം ചെയ്യണ്ടേ? ഈ ഒരു ഭാഗത്ത് പാലിന്റെ വില കൂടുന്നു, ഡീസലിന്റെ വില കൂടുന്നു, ഇതാ ഇപ്പോ ഗാർഹിക സിലിണ്ടറിന്റെയും വില കൂടുന്നു. എന്താണ് വീട്ടുകാർക്കൊക്കെ പറയാനുള്ളത് സുനിഷ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. അതാണ്, കുടുംബ ബജറ്റ് താളം തെറ്റി എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വാണിജ്യ സിലിണ്ടറിന് വില കൂടി, ഒപ്പം തന്നെ ഈ സിലിണ്ടർ കിട്ടാത്ത ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതാ സിലിണ്ടറിന് വില കൂടിയിരിക്കുകയാണ്. ഗാർഹിക സിലിണ്ടറിന് വില കൂടി വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ഞാനിപ്പോൾ നമ്മുടെ ജഗതിയിലെ ബിന്ദു ചേച്ചിയുടെ വീട്ടിലാണുള്ളത്. ചേച്ചി, വലിയ പ്രശ്നമാണ്. രാവിലെ തന്നെ എണീക്കുന്നത് ഇപ്പോൾ ഈ സിലിണ്ടറിന് വില കൂടി, ഇത് ഓരോന്നിനും വില കൂടി എന്നുള്ള കേട്ടിട്ടാണല്ലേ? അത് തന്നെയാണ്. നമുക്കിപ്പോൾ ഈ ദിവസം പറഞ്ഞ് എനിക്കൊരു ചെറിയൊരു കടയാണ്. ഇപ്പോൾ കടയിലിപ്പോൾ ഗ്യാസ് ഇപ്പം വില കൂടി, ഇപ്പോൾ 900 രൂപ കൂടി അതിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതുപോലും താങ്ങാൻ നിവർത്തിയില്ല. ഇപ്പോൾ ഈ പാചക വില വർധന അതും ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ദിവസം നമ്മളിങ്ങനെ ഈ കൂടി പോയാൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ? കൂടുന്നല്ലാതെ കുറയുന്നതിനുള്ള ഒരു കാരണം നമ്മൾ അറിയണില്ല. കൂടുതൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്തെല്ലാം രീതിയിൽ ഇതിന് നമ്മൾ 1-2 തവണ അത് സെക്രട്ടേറിയറ്റിനുള്ള ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ ജാതി സമരമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ ചെയ്യുന്നതല്ലാതെ ഈ ഗ്യാസിൻ്റെ വില വർധന കുറയണതായിട്ട് നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ചേച്ചി, നമുക്കൊരു ഗാർഹിക സിലിണ്ടർ നിങ്ങൾക്ക് എത്ര മാസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ? ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്നത് 30 ദിവസത്തേക്ക് ഉപയോഗിക്കും. പക്ഷേ ഇനിയിപ്പോൾ ഈ വിലയും കൂടി. ഈ പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ തന്നെ ഇപ്പോൾ എന്തായാലും നമ്മൾ 1 മാസത്തേക്ക് ഒരു കുറ്റി ഉപയോഗിക്കുന്ന നമുക്ക് ഇത് കുറച്ചുകൂടെ കൂടും. അതായത് സ്കൂളിൽ ഉപയോഗത്തിന് വേണ്ടേ. പിള്ളേർക്ക് രാവിലെ അമ്മയുണ്ട്, അസുഖമായിട്ട് കിടക്കുന്നു, പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകണം, പിന്നെ ഇതേ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തായാലും വളരെ ഇപ്പം തന്നെ നമ്മൾ 922 കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അത് ഗ്യാസിൻ്റെ പ്രശ്നം ബാക്കി നിൽക്കുകയാണ്. അത് വലിയൊരു പ്രശ്നമായിട്ട് നിൽപ്പുണ്ട്. പക്ഷേ അത് മാറിയിട്ടില്ല. അത് കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ ഈ വീട്ടിലെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ ആഹാരം വയ്ക്കണമല്ലോ. എന്നൊന്നെങ്കിൽ ഗ്യാസ് കൂടി വില, ഇന്നും പോരാത്തതിന് സാധനങ്ങൾക്ക് വില. ഇപ്പോൾ പെട്രോളിനാണെങ്കിൽ അതിനേക്കാളും അപ്പുറം. അപ്പം സാധാരണപ്പെട്ട ആൾക്കാർക്കാണ് ഈ അടി കിട്ടുന്നത്. ഈ കൂലിപ്പണി ചെയ്യുന്നവർക്കും അതുപോലെ ഇടനില ആൾക്കാർ ജീവിക്കണമല്ലോ, അവർക്കൊക്കെ ഭയങ്കര അടി തന്നെയാണ് ഗ്യാസിൻ്റെ വില വർധന. പാലിനും വില കൂടി, പുറത്ത് പോയിട്ടൊരു ചായ കുടിക്കാൻ പറ്റില്ല, വീട്ടിലൊക്കെ പറ്റില്ല. എങ്കിൽ ചെറിയൊരു കടയാണ്, അവിടെ നമുക്ക് വില കൂട്ടുമ്പോൾ ആൾക്കാർ ചോദിക്കണം എന്തോ നീ വില. പക്ഷെ നമുക്ക് കൂട്ടിയാലും അവർ ജീവിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണമല്ലോ. എല്ലാവരും പൈസയ്ക്ക് വേണ്ടിയാണ് ജീവിക്കണത്. ഈ വില വർധന ഇങ്ങനെ പോയാൽ നമ്മൾ സാധാരണ ആൾക്കാർ എന്തോ ചെയ്യുന്നതാണ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കുടുംബ ബജറ്റ് താളം തെറ്റുകയാണ്. താളം തെറ്റി തന്നെയാണ് പോണത്. ഇപ്പം നിവർത്തിയില്ല. ഒരു ദിവസം ഒരു 500 രൂപ പോലും മാറ്റിയിട്ട് ഒന്നിനും തികയണില്ല. ആ അവസ്ഥയിലേക്കാണ് പോണത്. അതാണ് അരുൺ, വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. ഈ പറഞ്ഞതുപോലെ നമ്മൾ അറിയുന്നില്ലല്ലോ, 1000 രൂപ ഇനിയിപ്പോൾ 921 കൊടുത്തിരുന്ന ഗ്യാസ് സിലിണ്ടറിന് ഇപ്പോൾ ഈ 950 രൂപയിലേക്ക് എത്തിയിരിക്കുന്നു. 952 രൂപ കൊടുത്താലാണ് ഇനിയിപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടർ കിട്ടുക എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഒപ്പം പറഞ്ഞ പോലെ പാലിന്, പെട്രോളിന് എല്ലാത്തിനും വില കൂടുകയാണ്. അപ്പോൾ കുടുംബ ബജറ്റ് താളം തെറ്റുകയാണ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ പ്രതിസന്ധിയിലേക്ക് ആളുകൾ പോകുന്നു. ഇതുപോലെ ഒരുപാട് ബിന്ദു ചേച്ചിമാർക്ക് പറയാനുള്ളത് ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വലിയ പ്രതിസന്ധി തന്നെയാണ് നിലവിലിപ്പോൾ നേരിടുന്നത്. ഇപ്പോൾ ഇനിയും കൂടുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അരുൺ. ഓക്കെ, താങ്ക് യു സുനിഷ.